സ്വാമിയെ ശരണമയ്യപ്പ. മണ്ഡലകാലം തുടങ്ങി. ഓരോ അയ്യപ്പ ഭക്തനും തൻ്റെ മനസ്സും ശരീരവും വ്രതശുദ്ധിയിലാഴ്ത്തി തൻ്റെ അയ്യനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ മടക്കര എന്ന സ്ഥലത്ത് എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഓർക്കുന്നൊരു പേര് ശ്രീ ആറുമുഖൻ ഗുരുസ്വാമി. മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ നവംബർ 25-ാം തീയതി ശ്രീ ആറുമുഖൻ ഗുരുസ്വാമിയുടെ ചരമവാർഷിക ചടങ്ങ് നടത്തപ്പെടുന്നു. അയ്യപ്പ ഭക്തന്മാർ ചേർന്ന് ഭജനയും അന്നദാനവും നൽകി ആ ദിവസത്തെ സമ്പൽ സമൃദ്ധമാക്കുന്നു. അഭിഷേക പ്രിയനേ ശരണമയ്യപ്പോ, അഭിഷേക പ്രിയനേ ശരണമയ്യപ്പോ, ഭസ്മാഭിഷേക പ്രിയനേ ശരണമയ്യപ്പോ, വർഷങ്ങളായി നടന്നു വരുന്ന ആചാരം. എന്നാൽ ഇന്നും ശ്രീ ആറുമുഖൻ ഗുരുസ്വാമിയുടെ മൂത്ത മകനായ ഹരിഹരസുധൻ ഗുരുസ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് ഈ ഗുരുസന്നിധിയിൽ നിന്നും വ്രതമനുഷ്ഠിച്ച് അയ്യനെ കാണാനായി യാത്രയാകുന്നത്. സ്വാമി ശരണം. ഇന്ന് നമ്മുടെ ആറുമുഖൻ ഗുരുസ്വാമിയുടെ 31-ാം ചരമവാർഷിക ദിനമാണ്. ഗുരുസ്വാമിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ നമുക്കിതിപ്പോൾ തുടരാൻ സാധ്യമല്ല. എന്തായാലും നമ്മുടെ വടക്കേ മലബാറിലെ ശബരിമല ദർശനം സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും സ്വാമിയുടെ അടുക്കലേക്ക് ആ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി ഈ മുടക്കര, ഇരുനാവ്, ചെറുകുന്ന്, കണ്ണപുരം, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി എന്നുവേണ്ട എല്ലാ മേഖലകളിലും കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ശബരിമല ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ദർശനം സാധ്യമാക്കാൻ വേണ്ടി പ്രയത്നിച്ച നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി നിലകൊള്ളുന്ന, ഇന്നും നമുക്ക് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആറുമുഖൻ ഗുരുസ്വാമിയെ അറിയാത്ത ഒരാൾ പോലും ഈ പരിസരത്ത്, നമ്മളെ ഈ മേഖലയിൽ പറഞ്ഞ മേഖലകളിൽ അറിയാത്ത ഒരാളില്ല എന്നാണ് എൻ്റെ ഈ ചെറിയ അറിവിൽ എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. ചെറുകുന്ന് അപ്പുക്കുട്ട ഗുരുസ്വാമി ഇതുപോലുള്ള ഒരുപാട് മഹാരഥന്മാർ, മഹാഗുരുസ്വാമികളുമായിട്ട് ഇവിടെ ഒന്ന് നാമജപം നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അറിവിന്റെ, ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗു എന്ന ശബ്ദം അന്ധകാരത്തെയും ഗു എന്ന ശബ്ദം അതിനെ പ്രതിരോധിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഗുരുദേവനോട്, ഗുരുനാഥനോട്, ആറുമുഖൻ ഗുരുസ്വാമിയുടെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഈ 31-ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഹരിഹരസുതനേ ഗജാനനം ഗണപതിം ഗുണനാമാലയം പദം തദ്ദേവം ഗിരിജാസൂനും വന്ദേഹം അമരാർച്ചിതം വന്ദേഹം അമരാർച്ചിതം. മള്ളിയോ ഗണപതിയേ, ഗണപതിയേ, മംഗല്യ ഗണപതിയേ, മംഗല്യ ഗണപതിയേ, മദഗജമുഖനേ മനോജിവനേ, Ganapadhi
കർത്താവേ അവൻ ബാന്ധവനേ വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ശരണലോകം ശക്തനാലസം കരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സത്യകം പ്രാണനായകം പ്രണവകൽപകം സുപ്രഭാജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സുരതവാഹനം സുന്ദരാനനം വരദായുധം ദേവവന്ദിതം ഗുരുകൃപാകരം പ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർജിതം ദേവതാത്മകം ഗുണനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാവഹം ബാഹുകാവഹം ഭുവനമോഹനം ഭൂരിഭൂഷണം ധവളവാഹനം ദിവ്യകാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളഭഗോസ്തുകം സുന്ദരാനനം കളഭഗോവനം ഗാത്രമോഹനം കളഭകേസരീ ഭാഗിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സുഗമനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ ആശ്രാമീശ്വരം പാണ്ഡിമലയാള നമ്മുടെ സത്യമായ
സ്വാമി ശരണമയ്യപ്പ 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 സ്വാമി ശരണം.